ക്ഷേത്ര ഫണ്ട് ക്ഷേത്രത്തിന്റെ വികസനത്തിനും നാടിന്റെ നന്മയ്ക്കുമായി വിനിയോഗിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഗുരുവായൂർ തെക്കേനടയിൽ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നിർമ്മിച്ച അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള സ്റ്റേജിന്റെ സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തിരുപ്പതി ക്ഷേത്രത്തിൽ ലഭിക്കുന്ന ഫണ്ട് തിരുപ്പതി ക്ഷേത്രത്തിന്റെ വികസനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനൊപ്പം ആ നഗരത്തിലെ ആശുപത്രി തുടങ്ങിയ വികസനങ്ങൾക്ക് വിനിയോഗിക്കുന്നതായും മന്ത്രി പറഞ്ഞു. ഗുരുവായൂരിൽ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ഭൂമി ഏറ്റെടുത്ത് വികസനങ്ങൾ നടപ്പിലാക്കും. പലപ്പോഴും ഭൂമി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും ഉദ്ദേശിച്ച കാര്യമല്ല നടന്നിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ഗുരുവായൂരിലെ ആശുപത്രി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. സർക്കാർ ആശുപത്രിയുടെ സൗകര്യങ്ങൾ വിപുലീകരിക്കും. ദേവസ്വത്തിൽ ഒഴിവുവരുന്ന 3 ഭരണസമിതി അംഗങ്ങളെ സെപ്റ്റംബർ 2ാമത്തെ ആഴ്ചയോടെ നിയമിക്കും. അഡ്മിനിസ്ട്രേറ്ററുടെ ഒഴിവ് ഉടൻ നികത്തും. ഭക്തനാണെന്ന് പൂർണ്ണമായി തനിക്ക് വിശ്വാസമുള്ള ആളെയാകും നിയമിക്കുക എന്നും മന്ത്രി പറഞ്ഞു. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് അധ്യക്ഷനായി. NK അക്ബർ MLA, ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, മനോജ് B നായർ, KS ബാലഗോപാൽ, MU ഷിനിജ, കളക്ടർ ശിഖ സുരേന്ദ്രൻ, സ്റ്റേജ് വഴിപാടായി സമർപ്പിച്ച തമിഴ്നാട് കുംഭകോണം ഗുരുവായൂരപ്പ ഭക്ത സേവാ സംഘത്തിന്റെ പ്രതിനിധി മണി രവിചന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. 45 ലക്ഷം രൂപ ചെലവിലാണ് സ്റ്റേജ് നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാ വർഷവും ആഗസ്റ്റ് 8-ന് കുംഭകോണം ഗുരുവായൂരപ്പ ഭക്തസേവാ സംഘം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ലക്ഷങ്ങളുടെ വഴിപാട് സമർപ്പണം നടത്താറുണ്ട്.